നമ്മുടെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരുള്ള പോപ്പുലർ വെഹിക്കിൾസിന്റെ മാരുതി ട്രൂ വാല്യൂ ഷോറൂമിലാണ് ഞാൻ ഉള്ളത്. ഒരുവിധപ്പെട്ട എല്ലാ വാഹനങ്ങളും, അതായത് നമ്മുടെ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ അന്വേഷിച്ചിരിക്കുന്ന ഒട്ടുമിക്ക വാഹനങ്ങൾ ഈ ഷോറൂമിൽ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ തന്നെ വിശ്വസിച്ചിട്ട് ഒരു യൂസ്ഡ് കാർ വാങ്ങുമെന്നുള്ളതാണ് ഈ ഷോറൂമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് അമേസ് പെട്രോൾ മോഡലാണ്, 2019 മോഡലാണ്. 2019 മോഡൽ. ഓണർഷിപ്പോ? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 27,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? എസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. ഇതിനകത്ത് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, കൂഡോ പവറിന്റെ വരും, ഇലക്ട്രോണിക് മിറർ, സ്റ്റീരിയോ വിത്ത് സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട്. എയർ ബാഗ്, ABS ബ്രേക്ക് ഓപ്ഷൻസ് എല്ലാം വണ്ടിയിൽ കമ്പനി തന്നെ വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ടയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഏകദേശം ഒരു 60-70%. ഇത് നമ്മൾ കൊടുക്കുന്നത് 1 വർഷത്തെ വാറന്റിയാണ്. 1 വർഷത്തെ വാറന്റി. മാരുതിയുടെ വാഹനമല്ല, എന്നിട്ട് പോലും 1 വർഷത്തെ വാറന്റിയാണ്. അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ വരെ നമുക്ക് ഇതിന് വാറന്റി ഉണ്ടാവും. എല്ലാം തന്നെ വാറന്റി എല്ലാം ഉണ്ടാവൂലേ? ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് 6,10,000 പ്രൈസ്. 6,10,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. 1 ഇയർ വാറന്റി, ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. എല്ലാം ചെയ്തു. അടുത്തായിട്ട് മാരുതിയുടെ സിയാസ്, നെക്സയിലൂടെ പുറത്തിറങ്ങുന്ന പ്രീമിയം സെഗ്മെന്റ് വാഹനം. ഇതില് ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2018 മോഡലാണ് വരുന്നത്. 18 സിയാസ് ആൽഫ വേരിയന്റ് ആണ്. ആൽഫ ഫുൾ ഓപ്ഷൻ മോഡലാണ്. ടോപ്പ് എൻഡ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 81,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. 81,000 കിലോമീറ്റർ. അതും ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ആൽഫ എന്ന് പറയുന്നതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ആൽഫ എന്ന് പറയുന്നത് വണ്ടിയുടെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് ആൽഫ. അതിനകത്ത് വരുന്നത് ഡ്യുവൽ എയർ ബാഗ് വിത്ത് ABS ബ്രേക്ക്, പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം നോർമൽ ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനവും, അതായത് പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, ടിൽറ്റ് സ്റ്റിയറിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് ഓപ്ഷൻസ്. പിന്നെ പുറത്തേക്ക് നോക്കുവാണെങ്കിൽ അലോയ് വീൽസ്, അതിനുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്നുണ്ട്. എല്ലാം കാര്യങ്ങളുണ്ട്. പുതിയ ടയേഴ്സ്, അലോയ് വീൽ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി അങ്ങനെയുള്ളതാണ് എടുത്തു പറയേണ്ടത്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ക്യാമറ, ലെതർ സീറ്റ്, ഹാൻഡ് റെസ്റ്റ്. പ്രീമിയം സെഗ്മെന്റ് വാഹനമായിട്ടുള്ള ഈ വാഹനത്തിൽ ടോപ്പ് എൻഡ് ആണ്. ഇനി ഇതിലൊന്നും വെക്കാല്ല, എല്ലാം വെച്ചിട്ടുണ്ട് കമ്പനി. ഇതിൽ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസോ? ഇത് പ്രൈസ് വന്നിട്ട് 6,85,000 രൂപയാണ് പ്രൈസ് വരുന്നത്. 6,85,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഒരു 6 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്തോളാം. 6 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാം. ഇതിന് വാറന്റിയും കാര്യങ്ങളും? വാറന്റി വരുന്നുണ്ട്. ഇത് മാരുതിയുടെ വാറന്റി കൊടുക്കുന്ന വണ്ടിയാണ്. ഇത് 6 മാസത്തേക്ക് മാരുതിയുടെ വാറന്റി ഉണ്ടാവും. ആഫ്റ്റർ ഡെലിവറി 3 ഫ്രീ സർവീസ് ഉണ്ടാവും. 3 ഫ്രീ സർവീസ് ഉണ്ടാവും. ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2019 മോഡൽ സ്വിഫ്റ്റ് VXi ആണ്. ഇത് VXi തന്നെയാണ്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ്, പെട്രോൾ എഞ്ചിൻ ആണ് വരുന്നത്. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഈ 70,000 കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അതെ, നമുക്ക് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങൾ അവൈലബിൾ ആണ്. വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന മോഡലാണ് ഇത്. വാറണ്ടി എത്ര? 6 മാസത്തേക്ക് മാരുതിയുടെ വാറണ്ടി ഉണ്ടാവും. ആഫ്റ്റർ ഡെലിവറി 3 ഫ്രീ സർവീസ് 3 ഫ്രീ സർവീസ് ഉണ്ടാവും. ഇതിനകത്ത് ഫീച്ചേഴ്സ് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഡ്യുവൽ എയർ ബാഗ് വിത്ത് ABS ബ്രേക്ക്, ഇലക്ട്രോണിക് മിറർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിൽ സെൻസറും കാര്യങ്ങളൊക്കെ വരില്ലേ? സെൻസറും കാര്യങ്ങളൊക്കെ വരും. ഏകദേശം കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. എല്ലാം ഓക്കെയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇത് പ്രൈസ് വന്നിട്ട് 5,65,000 നമുക്ക് പോകും. 5,65,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. അടുത്തായിട്ട് നമ്മൾ വീണ്ടും ഒരു സ്വിഫ്റ്റ് വീണ്ടും വന്നിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2017 മോഡൽ സ്വിഫ്റ്റ് LXi ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. LXi ഓപ്ഷൻ 2017 മോഡൽ. ഓണർഷിപ്പോ? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 61,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 61,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് ജെനുവിൻ കിലോമീറ്റർ ആണ്. ഇത് എന്താ ഫീച്ചേഴ്സിൽ വരുന്നത്? LXi ഓപ്ഷൻ ആയതുകൊണ്ട് കമ്പനി തന്നെ വരുന്നത് AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ഡ്രൈവർ സൈഡ് എയർ ബാഗ് ഉണ്ടാവും. ഫ്രണ്ടിൽ 2 ഡോർ പവർ വിൻഡോ ഉണ്ട്. റിമോട്ട് സെൻട്രൽ ലോക്ക്, ടിൽറ്റ് സ്റ്റിയറിംഗ് മുതലായ ആക്സസറീസ് ആണ് കമ്പനി വരുന്നത്. അതിനകത്ത് എക്സ്ട്രാ 4 ഡോർ, ബാക്കിലേക്ക് 2 ഡോർ പവർ വിൻഡോയും ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഉള്ള സ്റ്റീരിയോ വിത്ത് ക്യാമറ, സീറ്റ് കവർ കാര്യങ്ങളുള്ള ആക്സസറീസും ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. അതൊരു VXiന്റെ ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. പിന്നെ ക്യാമറ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ നല്ല പക്ക ടയേഴ്സ് ആണ്. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളെല്ലാം ഫുൾ കവർ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ടല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസോ? പ്രൈസ് 5 ലക്ഷം താഴെ വരുന്നുള്ളൂ. 4,65,000 രൂപ കൊടുക്കാം. 4,65,000 രൂപക്ക് വാഹനം കൊടുക്കാം അല്ലേ? 4,60,000 രൂപ. ഈ ഒരു മോഡൽ സ്വിഫ്റ്റിന് എല്ലാത്ത ആളുകൾ അന്വേഷിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു മോഡലാണ് ഇപ്പോഴും സ്വിഫ്റ്റ് പ്രേമികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ എന്ന് പറയുമ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് ഈ ഒരു ഷേപ്പാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തു കേട്ടോ. അടുത്തായിട്ട് മാരുതിയുടെ പ്രീമിയം സെഗ്മെന്റ് കാറ്റഗറിയിൽ പെടുന്ന നമ്മുടെ ഇഗ്നിസ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് മാരുതി ഇഗ്നിസ് സിഗ്മ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സിഗ്മ വേരിയന്റ് 2019 മോഡലാണ്. 2019. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. 89,000 കിലോമീറ്റർ വണ്ടി. പെട്രോൾ എഞ്ചിൻ. പെട്രോൾ എഞ്ചിൻ. എത്ര CC? 1200 CC.
89,000 കിലോമീറ്റർ കമ്പനി സർവീസ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് സിഗ്മ വേരിയന്റ് ആണല്ലേ? സിഗ്മ ബേസ് മോഡലാണ് വരുന്നത്. ബേസ് മോഡൽ. അടുത്ത് വരുന്ന ഫീച്ചർ എയർ ബാഗ്, ABS ബ്രേക്ക് കാര്യങ്ങളെല്ലാം ഓൾറെഡി വരുന്നുണ്ട്. ഓക്കെ. എക്സ്ട്രാ നമുക്ക് വരുന്നത് ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് ടച്ച് സ്ക്രീൻ, സ്റ്റീരിയോ, സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 90% ടയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അലോയ് വീൽസും അലോയ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. മാരുതി ഒറിജിനൽ അലോയിലാണ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ അലോയിലാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് പ്രൈസ് വന്നിട്ട് 4,60,000 ആണ് പ്രൈസ് വരുന്നത്. വെറും 4,60,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഒരു 4 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാം. ഒരു 60,000 രൂപ ഡൗൺ പേയ്മെന്റ്. ആ പ്രൊഫൈലുള്ള കസ്റ്റമർ, ഇപ്പൊ എല്ലാ കസ്റ്റമറും സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ കൊണ്ടുനടക്കുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ലോൺ. അപ്പോൾ നമുക്ക് നോർമലി 80% വരെ നമുക്ക് ലോൺ കിട്ടും. മാക്സിമം നല്ല കസ്റ്റമേഴ്സ് അവരുടെ സിവിൽ സ്കോർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് 90 to 95% വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ബാങ്ക് ലോണും കാര്യങ്ങളൊക്കെ അല്ലേ? 5 വർഷത്തേക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഈ വാഹനത്തിന് വാറന്റി തീർച്ചയായിട്ടും ഇതിന് വാറണ്ടി വരുന്നുണ്ട്. ഇത് 6 മാസം മാരുതിന് വാറണ്ടി വരുന്ന മോഡലാണ്. 6 മാസം വാറണ്ടി വരുന്നുണ്ട്. വാറണ്ടി 3 ഫ്രീ സർവീസ് ഉണ്ട്. 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. ഒരു പുതിയ വാഹനം എടുക്കുമ്പോൾ കിട്ടുന്ന അതേപോലെയാണ് ഒരു യൂസർ കാർ ഇവർ ഡെലിവറി ചെയ്യുന്നത്. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള കച്ചവടമാണ്. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തായിട്ട് റെനോൾട്ട് കിഡ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് കിഡിന്റെ പുതിയ മോഡലാണ്. കിഡ് നിയോ ടെക് എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത്. ഇത് 2021 മാനുഫാക്ചറിംഗ് ആണ്. 21 മോഡലുണ്ട്. ഇത് BS6 എഞ്ചിനാണ് വരുന്നത്. വരുന്നത് AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എയർ ബാഗ്, ഡ്രൈവർ സൈഡ് എയർ ബാഗും ABS ബ്രേക്കും വരുന്നുണ്ട്. ABS ബ്രേക്കും വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ കമ്പനി തന്നെ വരുന്ന ഫീച്ചേഴ്സ് ആണ്. ഫ്രണ്ടിൽ 2 ഡോർ പവർ വിൻഡോ ഉണ്ടാവും. റിമോട്ട് സെൻട്രൽ ലോക്ക് ഉണ്ടാവും. ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേയുള്ള സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് എത്ര ഓണർഷിപ്പ്? എത്ര? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. പെട്രോൾ ഡീസലാ? പെട്രോൾ വണ്ടിയാണ്. 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു കളർ അല്ലേ? വെറൈറ്റി കളറാണ്. വെറൈറ്റി കളറാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടം തോന്നുന്നുണ്ട്. പിന്നെ ഡുവൽ ടോൺ ആണ്. മേലെ വേറെ സൈഡ് സിൽവർ കളർ വരുന്നുണ്ട്. പിന്നെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇതിന് വരുന്നില്ല. ഇത് നമ്മള് മാരുതിയുടെ അല്ലാത്ത മോഡൽ ആയാലും നമ്മൾ ഇതിന് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് 1 ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതർ ബ്രാൻഡ് വാഹനമായിട്ട് പോലും. അപ്പൊ അത്രയും നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. ട്രൂവാലിയിലെ മാത്രമാണ് മാരുതി അല്ലാത്ത മോഡലുകൾക്ക് നമുക്ക് വാറണ്ടി കൊടുക്കുന്നത് അല്ലേ? ഇവരുടെ ഡീലർഷിപ്പിൽ നിന്ന് വാഹനം എടുക്കുകയാണെങ്കിൽ അതർ ബ്രാൻഡ് വാഹനങ്ങൾക്ക് വാറണ്ടി 1 ഇയർ വാറണ്ടിയാണ് കൊടുക്കുന്നത്. പിന്നെ പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ അലോയിലാണത്? അലോയിലല്ല, അത് വീൽ കപ്പാണ്. വീൽ കപ്പ് ആണല്ലേ? അലോയിലിന്റെ അതേപോലെ തോന്നി. സെയിം ഡിസൈനിലാണ് കമ്പനി മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. കമ്പനി മാനുഫാക്ചർ ചെയ്ത് അതുപോലെ തന്നെ ആയിരിക്കും. അതേ ഷേപ്പിൽ തന്നെ ആയിരിക്കും വീൽ കപ്പ് വരുന്നത്. വീൽ കപ്പ് നല്ല കണ്ട ഒറ്റയടിക്ക് കണ്ടു കഴിഞ്ഞാൽ അലോയിലാന്ന് തോന്നി പോകും. അമ്മാതിരി സെറ്റപ്പിലാണ് കമ്പനി ചെയ്തിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന പ്രൈസ്? ഇത് പ്രൈസ് വന്നിട്ട് 3,65,000 വണ്ടിക്ക് വരുന്നത്. 3,65,000 ചോദിക്കുന്ന പ്രൈസ്. 1 ഇയർ വാറണ്ടി. 2021 മോഡൽ ആയതുകൊണ്ട് നമുക്ക് 5 വർഷം വരെ ലോണും കിട്ടുകയും ചെയ്യും. 5 വർഷം വരെ ബാങ്ക് ലോൺ കിട്ടും. പിന്നെ 1 ഇയർ വാറണ്ടി. ഒരു 3 ലക്ഷം വരെ ലോണും ചെയ്യാം. ഒരു 65 ഉറുപ്പിക വണ്ടി ഇറക്കിക്കൂടെ? ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ആണ്. 2019 മോഡൽ സ്വിഫ്റ്റ് VXI ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 2019 മോഡൽ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് അല്ലേ? ഇത് ഓണർഷിപ്പ് എത്രയാണ്? ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 46,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അതും കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? ഇത് VXI ആകുമ്പോൾ നമുക്ക് വരുന്നത് ഡ്യുവൽ എയർ ബാഗ് വിത്ത് ABS ബ്രേക്ക് വരും. 4 ഡോർ പവർ വിൻഡോ വരും. ഇലക്ട്രോണിക് മിറർ വരും. സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റാണ്. പിന്നെ മിറർ, ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ, ടയറും കാര്യങ്ങളൊക്കെ പുതിയതല്ലേ? ഇത് എത്ര ചോദിക്കുന്ന പ്രൈസ്? പ്രൈസ് വന്നിട്ട് 6,50,000 വരുന്നുള്ളൂ. 6,50,000. ഒരു 6 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം. വാറന്റിയും പ്രൊഫൈൽ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് വാറന്റിയും കാര്യങ്ങളൊക്കെ? വാറണ്ടി ഉണ്ട്. നമുക്ക് ഇത് 6 മാസം മാരുതിയുടെ വാറണ്ടി ഉണ്ടാവും. ആഫ്റ്റർ ഡെലിവറി 3 ഫ്രീ സർവീസ് ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ടാവും. ഇതിപ്പോ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പക്ക. ഇത് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്ത കണ്ടീഷനാണ്. നമുക്ക് ഇനി സർവീസ് എല്ലാം ചെയ്യാനുണ്ട്. എല്ലാം ചെയ്യാനുണ്ട്. പർച്ചേസ് ചെയ്ത വണ്ടിയാണ്. അതെ, സെയിലിന് ശേഷം ഒരു 3 ഫ്രീ സർവീസ് ഉണ്ടാവും. ഓക്കെ. അടുത്തായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ പീസ് ആൾട്ടോ 800. ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2021 മോഡൽ ആൾട്ടോ 800 LXI ആണ്. LXI. അതെ. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ വണ്ടിയാണ്. 14,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. 14,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 14,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ. സിംഗിൾ ഓണർ വണ്ടി. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന. ഇത് BS6 പുതിയ മോഡൽ വരുന്ന എഞ്ചിനാണ്. അത് അറൗണ്ട് 22 റേഞ്ചിൽ മൈലേജ് 22 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. ഇതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ABS എയർ ബാഗ്, സെൻസർ. തീർച്ചയായിട്ടും ഇതിനകത്ത് ഡ്രൈവർ സൈഡ് എയർ ബാഗ് ഉണ്ടാവും. ABS ബ്രേക്ക് വരുന്നുണ്ട്. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ്, സ്റ്റീരിയോ, സീറ്റ് കവർ കാര്യങ്ങളെല്ലാം അഡീഷണൽ. നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ്. നമ്മൾ ഫ്രണ്ടിൽ വന്ന് ഗ്ലാസിന്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ക്വാളിറ്റി സീറ്റ്. വ്യത്യസ്തമായിട്ടുള്ള കളറിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? പ്രൈസ് വന്നിട്ട് 3,65,000 നമ്മൾ കൊടുക്കുന്നത്. 3,60,000 രൂപയാണ് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന് വാറന്റിയും കാര്യങ്ങളും? വാറണ്ടി വരുന്നുണ്ട്. ഇതിന് മാരുതിയുടെ 1 വർഷത്തേക്കുള്ള വാറണ്ടി കൊടുക്കുന്നുണ്ട്. 1 വർഷം അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ വരെ വാറണ്ടി ഉണ്ട്. വാറണ്ടി ഉണ്ട്. 1 വർഷം വാറണ്ടി ഉണ്ട്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളില്ലാന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി.
ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ല? എല്ലാം ക്ലിയർ. സെഡാൻ ടൈപ്പ് വാഹനങ്ങൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ഡിസയർ. ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2018 മോഡൽ ഡിസയർ VXI പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. പെട്രോൾ എഞ്ചിൻ. ഓണർഷിപ്പോ? ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 38,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. വേറെ സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി വന്ന് നോക്കാം. ഒരു മെക്കാനിക്കിനെ കൂട്ടി വന്ന് നോക്കിയിട്ട് വണ്ടി ഇഷ്ടപ്പെട്ട എടുത്തുകൊണ്ട് പോകും. അമ്മാതിരി സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്. VXIയിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇതിനകത്ത് ഫീച്ചേഴ്സ് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ ഉണ്ടോ, ഇലക്ട്രോണിക് മിറർ വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങൾ വരുന്നുണ്ട്, പിന്നെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, എക്സ്ട്രാ അഡീഷണൽ ഫീച്ചേഴ്സ് കുറച്ച് അഡീഷണൽ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഉള്ള സ്റ്റീരിയോ വരുന്നുണ്ട്. അതിൽ തന്നെ റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഡാഷ്ബോർഡ് ക്യാമറ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ മുതലായ ആക്സസറീസ് എല്ലാം ഉണ്ട് വണ്ടിക്ക്. അതായത് അത്യാവശ്യം ഒരു ഫുൾ ഓപ്ഷന്റെ ആ ലെവലിലേക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എയർ ബാഗ് വിത്ത് ABS ബ്രേക്ക് ഓൾറെഡി വരുന്നുണ്ട്. പിന്നെ സെൻസർ, ക്യാമറ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോഗ് ലാംപ്സ്, ടയറും കാര്യങ്ങളൊക്കെ നല്ല ടയറാണ്. പുതിയ ടയേഴ്സ് ആണ് നിലവിലുള്ളത്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇത് പ്രൈസ് വന്നിട്ട് 5,90,000 നമുക്ക് വരുന്നത്. ഇതിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇതിന് വാറണ്ടി വരുന്നത് 6 മാസത്തേക്ക് മാരുതിയുടെ വാറണ്ടി ഉണ്ടാവും. ആഫ്റ്റർ ഡെലിവറി 3 ഫ്രീ സർവീസ്. 3 ഫ്രീ സർവീസും 6 മാസത്തെ വാറണ്ടി ആണുള്ളത്. അടുത്തായിട്ട് നമുക്ക് ഡാറ്റ്സൺ പരിചയപ്പെടാം. ഇത് ഡാറ്റ്സൺ ഗോ എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത്. ഇത് 2014 മോഡലാണ് വരുന്നത്. 2014. ഏത് വേരിയന്റ്? ഡാറ്റ്സൺ ഗോ ടി ആണ് വേരിയന്റ് അല്ലേ? ഓണർഷിപ്പ്? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 80,000 കിലോമീറ്റർ. പെട്രോൾ എഞ്ചിനല്ലേ? അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. അറൗണ്ട് 15 to 18 ഗ്യാപ്പിൽ മൈലേജും കാര്യങ്ങളും കിട്ടുന്ന വാഹനമാണ്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? 1200 cc എഞ്ചിനാണ് വരുന്നത്. ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗും, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആണ് വരുന്നത്. ഇതിനകത്ത് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പുതിയ ടയേഴ്സ് കാര്യങ്ങളുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് വന്നിട്ട് 1,50,000 പ്രൈസ് വരുന്നത്. 1,50,000 രൂപ. ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഓരോ വരിയിൽ 2, 3 വെച്ചിട്ട് നമുക്ക് ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ തന്നെ ഉണ്ട്. അപ്പോൾ ചെറിയ മുതൽ മുടക്കിൽ ചെറിയ വാഹനം അന്വേഷിച്ചിരിക്കുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് അവരിലേക്ക് എത്തിക്കുക. അടുത്തായിട്ട് ഹ്യുണ്ടായി കമ്പനിയിൽ അത്യാവശ്യം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് ഗ്രാൻഡ് ആയിട്ട്. ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് ഗ്രാൻഡ് ഐറ്റൺ ഇറ എന്ന് പറയുന്ന മോഡലാണ് വരുന്നത്. 2016 മോഡലാണ് വരുന്നത്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ വണ്ടിയാണ്. 19,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. വെറും 19,000 കിലോമീറ്റർ ഓടിയുള്ളൂ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. ഇത് പെട്രോൾ ആൻഡ് ഡീസൽ? പെട്രോൾ എഞ്ചിനാണ്. പെട്രോൾ എഞ്ചിൻ 1200 cc എഞ്ചിനാണ് വരുന്നത്. 1200 cc. അത്യാവശ്യം സ്വിഫ്റ്റിന്റെ ആ ഒരു സീസി വരുന്ന വണ്ടിയാണ്. ഒരു വാഹനമാണ്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ആയതുകൊണ്ട് ഇതിനകത്ത് വരുന്ന ഫീച്ചർ ACയും പവർ സ്റ്റിയറിംഗും, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ ആണ് വരുന്നത്. കമ്പനി അഡീഷണൽ സീറ്റ് കവർ, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗം കാര്യങ്ങളൊക്കെ നോക്കാം, കുഴപ്പമില്ല. കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഏകദേശം ഒരു 80% ഉള്ള ടയേഴ്സ് ഉണ്ട്. വേറെ തട്ടോ മുട്ടോ റീപ്ലേസോ എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇത് പ്രൈസ് വന്നിട്ട് നമുക്ക് 3,70,000 വരുന്നത്. 3,70,000. അതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാം? നമുക്ക് 3 ലക്ഷം വരെ നമുക്ക് ചെയ്യാം. 3 ലക്ഷം വരെ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് കൂടുതൽ. ഓക്കെ. നല്ല പ്രൊഫൈൽ കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് ഓട്ടോമാറ്റിക് ഗിയർ ആണ് വരുന്നത്. 2017 മോഡൽ സെലീരിയോ VXI ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. 2017 മോഡൽ സെലീരിയോ VXI ഓട്ടോമാറ്റിക്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 48,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഒന്നുമില്ല. എല്ലാം ചെക്ക് ചെയ്തിട്ടുള്ളതാണ്. ഒന്നുമില്ല നിലവിൽ. നമുക്ക് വരുന്ന ഫീച്ചേഴ്സ് പറയുന്നത് ACയും പവർ സ്റ്റിയറിംഗും, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ സെൻട്രൽ ലോക്ക് കാര്യങ്ങൾ, മാനുവൽ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. സ്റ്റീരിയോ, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നമുക്ക് അഡീഷൻ ചെയ്തിട്ടുണ്ട്. നല്ല ഇന്റീരിയർ ഭാഗം നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഏകദേശം 70-75% ടയേഴ്സും കാര്യങ്ങളുണ്ട്. സെലീരിയോ ഓട്ടോമാറ്റിക് എല്ലാ കാറ്റഗറിയും, ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും എല്ലാ കാറ്റഗറിയിലും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. എല്ലാ കാറ്റഗറിയിലും പെടുന്ന ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒതുങ്ങിയ ഒരു വാഹനമാണ്. ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. സിറ്റി ഡ്രൈവിനൊക്കെ എല്ലാവരും തന്നെ കൂടുതലും ചൂസ് ചെയ്യുന്ന മോഡലാണ് സെലീറിയോ അല്ലേ? അത്യാവശ്യം മൈലേജും കാര്യങ്ങളും ഉണ്ട് തോന്നുന്നു. ഇതിന് പ്രൈസ് എത്ര ചോദിക്കുന്നത്? പ്രൈസ് വന്നിട്ട് 4,65,000 പ്രൈസ് വരുന്നത്. 4,65,000 ചോദിക്കുന്ന പ്രൈസ്. നമ്മൾ ഇതിന് വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്ര? 6 മാസത്തേക്ക് നമുക്ക് വാറണ്ടി കൊടുക്കാം. 6 മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട്. വാറണ്ടി കൊടുക്കുന്ന വാഹനങ്ങൾക്ക് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളും ഉണ്ടാവില്ല. കാരണം എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിനു ശേഷം അതിലൊക്കെ പാസ്സായ മാത്രമാണ് ഈ പറയുന്ന കമ്പനി വാറണ്ടിയും സർവീസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വാറണ്ടിയുള്ള വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവരേണ്ട ആവശ്യം കൂടി ഇല്ല. ഇതിന് ഒരു 4 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ഒരു 65 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാം അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2022 മോഡൽ വാഗണർ ZXi വേരിയന്റാണ് വരുന്നത്. ഇതും ZXi ഫുൾ ഓപ്ഷൻ വണ്ടി. ഓണർഷിപ്പ്? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 34,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ സർവീസും കാര്യങ്ങളൊക്കെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഫീച്ചേഴ്സ് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഡ്യുവൽ എയർ ബാഗ് വരും, സ്റ്റിയറിംഗ് കൺട്രോൾസ്, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്.
പിന്നെ എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഉൾഭാഗം നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിൾ ആണ്. പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളും വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് അല്ലേ? അതെ, കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് വേറെ തന്നെ ഇല്ല. മെക്കാനിക്കൽ കണ്ടീഷൻസ് എല്ലാം ഗുഡ് ആണ്. നമ്മളിത് സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇത് എത്ര CC? ഇത് 1200 cc 4 സിലിണ്ടർ എഞ്ചിനാണ്. ഇതും 1200 cc 4 സിലിണ്ടർ വാഹനം തന്നെയാണ്. ഇത് ചോദിക്കുന്ന പ്രൈസ്? ഇത് പ്രൈസ് വന്നിട്ട് 5,85,000 പ്രൈസ് വരുന്നത്. 5,85,000 രൂപ. ഒരു 5-30 വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്യാം. ഒരു 55 ഗ്യാപ്പിൽ വരെ ഒരു 55 ഡൗൺ പേയ്മെന്റ് തന്നെ വാഹനം ഇറക്കാം. ഇതിന് വാറന്റി കാര്യങ്ങളൊക്കെ അല്ലേ? ഇത് വാറണ്ടി ഉണ്ട്. ഇത് മാരുതിയുടെ 1 വർഷത്തേക്കുള്ള വാറണ്ടി ഉണ്ട്. 1 വർഷത്തേക്കുള്ള വാറണ്ടി. 1 വർഷം അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ വരെ മാരുതി വാറണ്ടി ഉണ്ട്. ഡെലിവറി എടുത്ത ശേഷം 3 ഫ്രീ സർവീസ് ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. അടുത്തായിട്ട് നമ്മളൊരു പുതിയ ഫേസിൽ വരുന്ന വാഗനർ പല കളറിലും പല വേരിയന്റിലും പല ബഡ്ജറ്റിലും ഉണ്ട്. അതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ വീണ്ടും വാഗനർ നമുക്ക് വരുന്നത് അല്ലേ? അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2019 മോഡൽ വാഗനർ ZXi ആണ്. ZXi ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ 1200 cc 4 സിലിണ്ടർ എഞ്ചിനുള്ള വണ്ടിയാണ്. അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിറക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. 2 cc വരുന്നുണ്ട്. 1000, 1200 വരുന്നുണ്ട്. ഇത് 1200 cc 4 സിലിണ്ടർ വാനാണ്. ZXi വേരിയന്റ് കൂടിയാണ്. ZXi വേരിയന്റ് ഫുൾ ഓപ്ഷൻ ആണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 24,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. ഒരു പുതിയ വാഹനമൊക്കെ എടുക്കാൻ നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിലേക്ക് പോകാതെ ലക്ഷ്യങ്ങൾ മാറ്റത്തിൽ നമുക്ക് വാഹനങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ പക്കല്ലേ? ഈ ZXi എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? അഡീഷണൽ ആയിട്ട് നമുക്ക് നോർമൽ വരുന്നത് എയർ ബാഗ്, ഡ്യുവൽ എയർ ബാഗ് വിത്ത് ABS ബ്രേക്ക്, AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, ഇലക്ട്രോണിക് മിറർ, ഓട്ടോ ഫോൾഡിംഗ് മിറർ വരുന്നുണ്ട്. സ്റ്റീരിയോ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് വരുന്നത്. മാരുതി സ്റ്റീരിയോ വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് ആണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം ഉണ്ട്. പിന്നെ മിറർ ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഉപയോഗിച്ചാൽ മാത്രം മതി. ടയറും കാര്യങ്ങളൊക്കെ പുത്തൻ 4 ബ്രാൻഡഡ് പുതിയ ടയേഴ്സ് ആണ് ഇട്ടിട്ടുള്ളത്. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പക്കല്ലേ ഇപ്പൊ നിലവില്? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിന് പ്രൈസ് വന്നിട്ട് 5,50,000 പ്രൈസ്. 5,50,000 രൂപ. ഒരു 5 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആയാൽ മതി. അടുത്തായിട്ട് ഓൾഡ് ബേസിൽ വരുന്ന ഒരു വാഗനർ. ഈ വാഗനറിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഇപ്പോൾ ഉള്ളത് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്? ഇത് 2012 മോഡൽ വാഗനർ LXi ആണ് വരുന്നത്. 2012 മോഡൽ LXi. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ എഞ്ചിൻ. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ പഴയ മോഡലിൽ കിട്ടില്ലേ? കിട്ടും. ഇതില് വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? LXi വേരിയന്റ് ആയതുകൊണ്ട് നമുക്ക് ACയും പവർ സ്റ്റിയറിംഗും ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോയാണ് വരുന്നത്. അഡീഷണൽ മ്യൂസിക് സിസ്റ്റം, സീറ്റ് കവർ പോലെയുള്ള ആക്സസറീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ആക്സസറീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷൻ ടയേഴ്സ് ആണ്. നമ്മുടെ സർവീസ് കഴിഞ്ഞ് കിടക്കുന്നതാണ്. സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള വാഹനമാണ്. നമ്മുടെ റീവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുൾ ചെക്കപ്പ് കഴിഞ്ഞിട്ടുള്ള വാഹനം. ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. മെക്കാനിക്കിനെ കൊണ്ടുവന്നാൽ പോലും ഒരു കമ്പനിന്റെ കാര്യങ്ങളോ നമുക്ക് കാണാൻ പറ്റില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് പ്രൈസ് വന്നിട്ട് 2,75,000 പ്രൈസ് വരുന്നത്. 2,75,000 രൂപയാണ് പ്രൈസ്. ഒരു 2,25,000 ഒക്കെ ലോണും ചെയ്യാം. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട്. വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടോ? നമുക്ക് വാറണ്ടി മോഡലിന് വരുന്നില്ല. നമ്മൾ അത്യാവശ്യം സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയായിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ. അടുത്തായിട്ട് ഒരു ബ്ലൂ കളർ വാഗനർ അന്വേഷിച്ചിറക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് വാഗനർ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2019 മോഡൽ വാഗനർ ZXi ആണ് വരുന്നത്. ZXi ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ മോഡലാണ്. ഫുൾ ഓപ്ഷൻ മോഡൽ. ഓണർഷിപ്പ്? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 34,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. 36,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്രോൾ എഞ്ചിൻ. നമുക്ക് ഇതിനൊക്കെ എത്ര മൈലേജ് കിട്ടും? പുതിയ മോഡൽ മൈലേജ് വരുമ്പോൾ അറൗണ്ട് ഒരു 18 ആ റേഞ്ചിൽ വരെ മൈലേജ് കിട്ടും. 18 കിലോമീറ്റർ വരെ നമുക്ക് മൈലേജും കാര്യം കിട്ടും. മൈലേജ് സെഗ്മെന്റ് വാഹനങ്ങൾ അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ് വാഗനർ. ഈ ZXi ഫുൾ ഓപ്ഷനിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ZXi ഫുൾ ഓപ്ഷൻ വരുന്നിട്ട് ഡ്യുവൽ എയർ ബാഗ് വിത്ത് ABS ബ്രേക്ക് വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രോണിക് മിറർ വിത്ത് ഇലക്ട്രോണിക് ഫോൾഡിംഗ് മിറേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ടിൽറ്റ് സ്റ്റിയറിംഗ് ആണ്. ബാക്കിൽ നോക്കുവാണെങ്കിൽ റിയർ വൈപ്പർ, D4 കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക് എല്ലാം കമ്പനിയാണ് വരുന്നത്. ഇനി ഒന്നും ചെയ്യേണ്ട. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മിറർ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ്, നല്ല പുതിയ ടയർസ്. ഇത് അലോയിലും കാര്യങ്ങളൊക്കെ അലോയിൽ ചെയ്തിരിക്കുന്നതാണ്. ഒറിജിനൽ അലോയിലാണ്. ഒറിജിനൽ അലോയിലാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ്. ടോപ്പ് ആൻഡ് വേരിയന്റ്. എക്സ്ട്രാ ഫിറ്റ്മെന്റ്സ് സ്പോയിലറും റെയിൻ ഗാർഡ് ഉൾപ്പെടെ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻസറും കാര്യങ്ങളും ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
ഇതിന്റെ എല്ലാം ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് പ്രൈസ് വന്നിട്ട് 5,20,000 രൂപയാണ് വരുന്നത്. 5,20,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഏകദേശം പുതിയ മോഡല് ഫുൾ ഓപ്ഷൻ വാഹനത്തിന് ഏകദേശം 8 ലക്ഷത്തിന് അടുത്ത് വില വരുന്നുണ്ട്. ഇതിന് വരുന്നത് 5,20,000 ആണ്. ഫുൾ ഓപ്ഷൻ ആണ്, എല്ലാ കാര്യങ്ങളും പക്കയായിരിക്കും. അപ്പോൾ ഇതിന് വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എത്ര? 6 മാസത്തേക്ക് മാരുതിയുടെ വാറണ്ടി വരുന്നുണ്ട്. ആഫ്റ്റർ ഡെലിവറി 3 ഫ്രീ സർവീസ് ഉണ്ട്. 3 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ലോ ബഡ്ജറ്റ് സെഗ്മെന്റ് വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരയുന്ന ഒരു വാഹനം ഹ്യുണ്ടായിയുടെ ഇയോൺ. ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2016 മോഡൽ ഇയോൺ ഇറ പ്ലസ് ആണ്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 68,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ ആണ് കമ്പനി വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പുതിയ ടയേഴ്സ്, ടയറൊക്കെ നല്ല ടയേഴ്സ് ആണ്. പേപ്പറും കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് വന്നിട്ട് നമുക്ക് 2,25,000 രൂപയാണ് വരുന്നത്. 2,25,000 രൂപ. ഒരു ചെറിയ ബഡ്ജറ്റ് വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്നവർക്ക് നല്ല ക്വാളിറ്റി വാഹനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഈ വാഹനം എടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ പെരുമ്പാവൂർ ട്രൂ വാല്യൂ ഷോറൂമിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2004 മോഡൽ സാൻഡ്രോ ആണ്. 2004 മോഡൽ സാൻഡ്രോ. ഓണർഷിപ്പ്? ഇത് തേർഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് പുതിയ റീടെസ്റ്റ് കഴിഞ്ഞാണ്. കഴിഞ്ഞ വർഷം ഇതിന്റെ റീടെസ്റ്റ് കഴിഞ്ഞാണ്. അതായത് ഇനി 2029 വരെ ഇതിന് പേപ്പർ ഉണ്ടാവും. 2029 വരെ പേപ്പറും കാര്യങ്ങളും പക്കയാണ്. അതായത് കഴിഞ്ഞ വർഷം ഇതിന്റെ റീടെസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞാണ്. വണ്ടി എടുക്കുന്ന ആൾക്ക് ഇനി അതിന്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഫീച്ചേഴ്സ് വന്നിട്ട് AC പവർ സ്റ്റിയറിംഗ് ആണ് ഇതിനകത്ത് വരുന്ന ഫീച്ചർ എന്ന് പറയുമ്പോൾ. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു 80% ടയേഴ്സ് ആണ് നിലവിലുള്ളത്. വേറെ കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടോ? ഓടിക്കാൻ കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല. കംപ്ലൈൻസ് മേജർ കംപ്ലൈൻസ് ഒന്നും തന്നെ മേജർ കംപ്ലൈൻസും കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ്? ഇത് നമ്മൾ 70,000 രൂപയാണ് ചോദിക്കുന്നത്. ലാസ്റ്റ് നമുക്ക് 68 രൂപ റേഞ്ചിൽ കൊടുക്കാം. 68,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്. ആളുകൾ ഓടിച്ചു പഠിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ബഡ്ജറ്റിൽ ചെറിയ വാഹനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ്. അടുത്തായിട്ട് നമുക്ക് ലോ ബഡ്ജറ്റ് വാഹനം തന്നെയാണ് ഉള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2008 മോഡൽ വാഗ്നർ LX ആണ് വരുന്നത്. 2008 മോഡൽ. ഓണർഷിപ്പ് എത്ര? തേർഡ് ഓണർഷിപ്പ് ആണ്. 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. തേർഡ് ഓണർഷിപ്പ് ആണ്. വെറും 60,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരിക? ഇത് ഫീച്ചേഴ്സ് വന്നിട്ട് AC പവർ സ്റ്റിയറിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ് 2 പവർ ഉണ്ടോ? പവർ വിൻഡോ വരുന്നില്ല. LXയിൽ പവർ വിൻഡോ ഇല്ല. AC പവർ സ്റ്റിയറിംഗ്. പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ടയർ കാര്യങ്ങളെല്ലാം പുതിയ ടയേഴ്സ് ആണ് വരുന്നത്. പുതിയ ടയേഴ്സ് ചെയ്തിട്ടുണ്ട്. മേജർ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നല്ല ബോഡി കണ്ടീഷനും ഇന്റീരിയറൊക്കെ നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. പേപ്പറും കാര്യങ്ങളൊക്കെ 2028 വരെ പേപ്പർ ഉണ്ട്. 2028 വരെ പേപ്പർ ഉണ്ട്. ഇൻഷുറൻസും ഉണ്ട്. ഈ വർഷം 5 മാസം 6 മാസം വരെ ഇൻഷുറൻസും ക്ലിയർ ആണ്. അപ്പോൾ നിങ്ങൾ ലോ ബഡ്ജറ്റ് വാഹനങ്ങളൊക്കെ അന്വേഷിച്ചിറക്കുന്നതിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ്. ഇതിന്റെ പ്രൈസ് എത്ര? പ്രൈസ് വന്നിട്ട് നമുക്ക് 1,20,000 കൊടുക്കാം. ഈ വാഗനറിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2020 മോഡല് വാഗനർ VXi ഓട്ടോമാറ്റിക് 1200 cc എഞ്ചിനാണ് വരുന്നത്. 1200 cc. ഇത് 2 ടൈപ്പ് വരുന്നുണ്ട്. 1000 cc വരുന്നുണ്ട്, 1200 cc വരുന്നുണ്ട്. അതാണ് എടുത്തു പറയണത് അല്ലേ? ഇത് 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 4 സിലിണ്ടർ എഞ്ചിൻ 1200 cc അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ കിട്ടും. ഓട്ടോമാറ്റിക് ആണെങ്കിൽ കൂടി മൈലേജും കാര്യങ്ങളൊക്കെ ഷോർട്ട് വരും ഈ ഓട്ടോമാറ്റിക് വരുമ്പോൾ. മൈലേജ് നമുക്ക് മറ്റേ 1000 cc 1.2 cc വരുന്നത് ഏകദേശം വലിയ ഡിഫറൻസ് ഇല്ലാത്ത ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല. അത് മാനുവലും ഓട്ടോമാറ്റിക്കും ഒക്കെ നമുക്ക് കുറച്ചുകൂടി കൂടുതലുണ്ട്. കൂടുതൽ കിട്ടും അല്ലേ? ഇത് ഓണർഷിപ്പ് എത്ര എന്ന് പറഞ്ഞു? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 49,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ പക്ക. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ. കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇത് AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോ വരും. ഇലക്ട്രോണിക് മിറർ വരുന്നുണ്ട്. സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് മുതലായ കാര്യങ്ങളെല്ലാം നമുക്ക് പുതിയ ABS എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇതിനകത്ത് ഡ്രൈവർ സൈഡ് എയർ ബാഗും ഉണ്ടാവും, ABS ബ്രേക്കും ഉണ്ടാവും. BS6 മോഡലാണ് വരുന്നത്. BS6 മോഡൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ മാനുവലും ഓട്ടോമാറ്റിക് ആകുമ്പോൾ ആളുകളുടെ വിചാരം ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക് മൈലേജ് കുറയുന്നുള്ളൊരു ഇതുണ്ട്. പുതിയതിൽ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പക്ഷേ ഇത് മാരുതി AMT മോഡലാണ്. മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ ടെക്നോളജിയാണ് വരുന്നത്. ഇതിനകത്ത് മാനുവലിന്റെ അതേ മൈലേജ് തന്നെയാണ് കമ്പനി ഓട്ടോമാറ്റിക്കലി അവകാശപ്പെടുന്നത് അല്ലേ? ഓക്കെ. പ്രൈസ് എത്ര വരുന്നത്? ഇതിന് പ്രൈസ് വരുന്നത് 5,75,000 രൂപയാണ്. 5,75,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അത്യാവശ്യം നമുക്ക് ലോണും ഏകദേശം ഒരു 5-20 ആ റേഞ്ചിൽ ലോൺ ചെയ്തോടെ 5 ലക്ഷം അടുത്ത് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഇതിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ വാറണ്ടി വരുന്നുണ്ട്. ഇതിന് 6 മാസത്തേക്ക് മാരുതി വാറണ്ടി ഉണ്ടാവും, 3 ഫ്രീ സർവീസും ഉണ്ടാവും. 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസും ഉണ്ട്. അത്യാവശ്യം നമുക്കൊരു 90-95% വരെ ലോണും ചെയ്യാം. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2015 മോഡലാണ്. 2015 ഓൾട്ടൈറ്റർ LXi ആണ് വരുന്നത്. LXi വേരിയന്റ് ആണ് വരുന്നത് അല്ലേ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. 54,000
54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒട്ടുമിക്ക വാഹനങ്ങളും ചുരുക്കം കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. പേപ്പറും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഫുൾ കവർ ഇൻഷുറൻസ് ആണ് വരുന്നത്. ലൈഫ് ടാക്സ് വരുന്നുണ്ട്. 2030 വരെ ടാക്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മളിത് വർക്ക് കാര്യങ്ങൾ അത്യാവശ്യം സ്ക്രാച്ചസ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് നല്ല വൃത്തിയായിട്ടാണ് കൊടുക്കുന്നത്. വൃത്തിയായിട്ടാണ് കൊടുക്കുന്നത്. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇത് പ്രൈസ് വന്നിട്ട് 2,50,000 രൂപയാണ് വരുന്നത്. 2,50,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഒരു 2 ലക്ഷം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 50,000 ഡൗൺ പേയ്മെന്റ് ചെയ്യാം. ഓക്കെ. അടുത്തതായിട്ട് ഫാമിലി കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട വാഹനം വാഗനർ. അതും കുറച്ച് മോഡല് പുറകോട്ട് വരുന്ന വാഹനമാണ്. ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒതുങ്ങിയ വാഹനമായിരിക്കും. കേൾക്കാൻ പറ്റിയ ആൾക്കാർക്ക് നല്ലൊരു വണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2005 മോഡലാണ്. വാഗനർ LXi ആണ് വരുന്നത്. 2005 മോഡൽ വാഗനർ LXi. സെക്കൻഡ് ഓണർ വെഹിക്കിൾ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 2005 ആണ്. പക്ഷെ രണ്ടാമത്തെ ഓണർഷിപ്പ് മാത്രമേ ആയിട്ടുള്ളൂ. അതെ, 75,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അധികം ഓടാത്തൊരു വണ്ടി തന്നെയാണ്. 2005 ആണെന്ന് ചോദിച്ചാൽ ഒരുപാട് ഓടിയിട്ടൊന്നുമില്ല. ഇത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സും? വാഗനർ LXi വരുന്നത് AC പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അഡീഷണൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ടയർ ആണ്. വേറെ സ്ക്രാച്ചോ തട്ടോ മുട്ടോ റീപ്ലേസോ ഒന്നും കാണുന്നില്ല. മേജർ ആക്സിഡന്റ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 2005 ആയതുകൊണ്ട് ചോദിക്കുന്നത് പേപ്പറും കാര്യം ക്ലിയർ ആണോ? പേപ്പർ നമുക്കിപ്പോൾ നിലവിൽ 2025 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ 2025 വരെ പേപ്പർ കാര്യം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇത് പ്രൈസ് വന്നിട്ട് നമുക്ക് 80,000 ആണ് ചോദിക്കുന്നത്. 80,000 രൂപ. ഒരു ചെറിയൊരു എമൗണ്ടിൽ ചോദിക്കുന്ന പ്രൈസ്. നമുക്കിപ്പോൾ ഒരു വണ്ടി ഓടിച്ച് പഠിക്കാനൊക്കെ പറ്റുന്ന ഒരു വാഹനം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വിറ്റ് കഴിഞ്ഞാൽ ഏകദേശം ആ റേഞ്ചിൽ നമുക്ക് പ്രൈസ് നമുക്ക് കിട്ടുകയും ചെയ്യും. റീസെയിൽ വാല്യൂ ഉള്ള ഒരു വാഹനമാണ്. താല്പര്യം കോൺടാക്ട് ചെയ്യും. ഈ ആൾട്ടോന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2022 മോഡൽ LXi ഓപ്ഷൻ വേരിയന്റ് ആണ്. ഇതുവരെ നമ്മൾ കണ്ടത് 2020 മോഡലാണ്. ഇത് 2022 മോഡൽ LXi വേരിയന്റ്. LXi ഓപ്ഷൻ ഓപ്ഷനിലാണ് വേരിയന്റ് വരുന്നത്. LXi കഴിഞ്ഞിട്ട് LXi ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയന്റ് വരുന്നത്. ഈ LXi ഓപ്ഷനിൽ എന്താ അഡീഷണൽ? നമുക്ക് ഒരു എയർ ബാഗ് കൂടുതൽ വരുന്നത്. ഒരു എയർ ബാഗ് കൂടുതൽ. ബാക്കി എല്ലാത്തിലും ഡ്രൈവർ സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് 2 സൈഡ് ഉണ്ടാവും. പാസഞ്ചർ സൈഡും ഡ്രൈവർ സൈഡും ഉണ്ടാവും. അതാണ് LXi ഓപ്ഷനിൽ വരുന്ന ഫീച്ചേഴ്സ്. ഇതാണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ് കാര്യങ്ങളോ ഒന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ ABS എയർ ബാഗ്, സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ടയറും കാര്യങ്ങളൊക്കെ എങ്ങനെ? ടയറൊക്കെ നല്ല ടയറാണ്. നല്ല ടയറാണല്ലേ. അത്യാവശ്യം എക്സ്ട്രാ ഫീച്ചേഴ്സും ക്ലാഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഇതിന് പ്രൈസ് എത്ര ചോദിക്കുന്നത്? 3,80,000 രൂപ. 3,80,000 രൂപ. ഇത് കുറച്ച് മറ്റേ കണ്ടതിനേക്കാളും കുറച്ച് കൂടുതലാണ്. കാരണം മോഡൽ കൂടിയതും അതുപോലെ തന്നെ LXi ഓപ്ഷനിലാണ് വരുന്നത്. ഇതിന് എത്ര ശതമാനം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? ഇതിന് നമുക്ക് 90% വരെ ചെയ്ത് കൊടുക്കാൻ പറ്റും. 90% വരെ ലോൺ ചെയ്യാം. ഇതിന് വാറണ്ടി കാര്യങ്ങളൊക്കെ? വാറണ്ടി കാര്യങ്ങളെല്ലാം എത്രയാണ് വാറണ്ടി? 1 വർഷത്തേക്ക് മാരുതി. 1 വർഷത്തെ വരുന്നത്. 2022 ആയതുകൊണ്ട് 1 വർഷത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ്. അടുത്തായിട്ട് മാരുതിയിലെ മിനി SUV എന്നറിയപ്പെടുന്ന എക്സ്പ്രസോ. ആ ഒറ്റ പീസുള്ളൂ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? എക്സ്പ്രസോ നമുക്ക് 2021 മോഡലാണ് നടക്കുന്നത്. 2021 മോഡൽ. ഓണർഷിപ്പ്? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 33,000 കിലോമീറ്റർ. ഏത് വേരിയന്റ് വരുന്നത്? എക്സ്പ്രസോ VXi പ്ലസ് എന്ന് പറഞ്ഞ ടോപ്പൻ വേരിയന്റ് ആണ് ഇത് വരുന്നത്. VXi പ്ലസ് ടോപ്പൻ വേരിയന്റ് ആണല്ലേ? എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാൽ? ഇത് 33,000 കിലോമീറ്റർ. അത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? ഈ VXi പ്ലസിൽ അതായത് ടോപ്പൻ വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? ഇതിനകത്ത് വരുന്നത് ഡ്യുവൽ എയർ ബാഗ്, ABS ബ്രേക്ക്, AC പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നു. അതെ, 2 എയർ ബാഗ്, ABS ബ്രേക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫ്രണ്ടിൽ 2 ഡോർ പവർ വിൻഡോ ഉണ്ടാവും. സെൻട്രൽ ലോക്ക്, റിമോട്ട് സെൻട്രൽ ലോക്ക് ഉണ്ടാവും. ഇതിനകത്ത് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഉള്ള സ്റ്റീരിയാണ് വരുന്നത്. സ്റ്റീരിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ, സെൻസർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറയും സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. LCD ഡിസ്പ്ലേ ഉണ്ട്. എല്ലാം ഉണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടി. ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇതൊക്കെ അഡീഷണൽ ചെയ്തിട്ടുള്ളതാണ്. നല്ല വൃത്തിയുണ്ട് കാണാൻ. രാത്രിയൊക്കെ നല്ല പ്രത്യേക ഭംഗിയായിരിക്കും വണ്ടി കാണാൻ. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് പ്രൈസ് വന്നിട്ട് 4,35,000 രൂപ വരുന്നത്. 4,35,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. അതിൽ നമുക്കൊരു 90-95% വരെ ലോൺ ചെയ്യാൻ പറ്റൂലേ? ഒരു 3,80, 3,90 റേഞ്ചിൽ നമുക്ക് ലോൺ ചെയ്യാം. ഇതിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? വാറണ്ടി വരുന്നുണ്ട്. ഇതിന് മാരുതിയിൽ 1 വർഷത്തേക്കുള്ള വാറണ്ടി വരുന്നുണ്ട്. 1 വർഷം അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ വരെ വാറണ്ടി ഉണ്ട്. സർവീസോ? 3 ഫ്രീ സർവീസ് ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. 1 വർഷത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉള്ള വാഹനമാണ്.